ഞങ്ങളിങ്ങനെ മെക്കനാക്ക് ബ്രിഡ്ജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ രാവിലെ മെക്കനാക്ക് സിറ്റിയിൽ വന്ന് രാവിലെ അല്ല, ഉച്ചയ്ക്ക്. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്തെ സെൻറ്റ് ഇഗ്നേസ് സിറ്റിയിൽ പോയി. സെൻറ്റ് ഇഗ്നേസിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് മെക്കനാക്ക് സിറ്റിയിലേക്ക് തന്നെയാണ്. ആ ബ്രിഡ്ജാണിത്, മെക്കനാക്ക് സിറ്റി ബ്രിഡ്ജാണിത്. വലിയൊരു ബ്രിഡ്ജാണ്, ഭയങ്കര ലോങ്ങാണ്. എത്ര മൈൽസാന്ന് അറിഞ്ഞൂടാ, പക്ഷേ വലിയ ബ്രിഡ്ജാണ്. രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ പുറത്തേക്കൂടെ പോകണം. ഇത് മിഷിഗനും അപ്പർ മിഷിഗനും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണിത്. അപ്പർ മിഷിഗൻ എന്നാണ് ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തിന് പറയണത്. ഉണ്ട് അപ്പർ മിഷിഗനിൽ നിന്ന് നേരെ നമുക്ക് കറങ്ങി വിസ്കോൺസിൻ വഴി വേണമെങ്കിൽ ഷിക്കാഗോയിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് മെക്കനാക്ക് സിറ്റിയിൽ പോകണം. നാളെ ഞങ്ങൾ മെക്കിനോ ഐലൻഡിലേക്ക് പോകും ഫെറി എടുത്ത്. ഹലോ, അങ്ങനെ ഇന്ന് മെയ് 26 ഞങ്ങൾ മെക്കിനോ സിറ്റിയിൽ നിന്ന് മെക്കനാക്ക് ഐലൻഡിലേക്ക് ഫെറി കയറിയേക്കണയാണ് പോകാനായിട്ട്. ആൾക്കാരൊക്കെ പയ്യൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ മെക്കിനോ ബ്രിഡ്ജ് കാണാം. ഞങ്ങൾ ബോട്ട് ഇറങ്ങി ഹോട്ടലിലേക്ക് പോണതാണ്. ഇവിടെ ആകെ ബൈക്കെന്ന് വെച്ചാൽ സൈക്കിളും കുതിരവണ്ടി മാത്രമേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇഷ്ടംപോലെ ബൈക്കുകാരാണ് ഇങ്ങനെ നടക്കുക. ബൈക്കും ഇവിടെ ഒരു പള്ളിയുണ്ട് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടൽ വന്ന് ഇതാണ് ഹാർബർ വ്യൂ ഹോട്ടൽ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ബൈക്കും കുതിരവണ്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ബൈക്ക് എടുത്തു, 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബൈക്ക്. അതിൽ പോണേ ഞങ്ങൾ. ഓക്കെ, ആദ്യമായിട്ടാണ് അങ്ങനത്തെ ബൈക്ക് ട്രൈ ചെയ്യണം. എനിവേ ഐലൻഡിൻ്റെ ചുറ്റും ഒരു 8 മൈൽസാണ്. അപ്പോൾ ഞങ്ങൾ ഒരു അറ്റംപ്റ്റ് നടത്താൻ പോകണം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ ബൈക്ക് സവാരിയിലെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇതൊരു വേറെ റിസോർട്ടാണ്, മിഷൻ പോയിൻ്റ് റിസോർട്ടിന് മുമ്പിൽ കുറേ പൂക്കളും പിന്നെ അവിടെ അടിപൊളി കുറേ ഇരിക്കാൻ സ്ഥലവും ലേക്കൊക്കെ കാണാൻ ദൂരെ. നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ്. നല്ല വെതറുമാണിന്ന്. വെയിലുണ്ടെങ്കിലും ഒട്ടും ചൂടില്ല, നല്ല വെതറാണ്. ഇങ്ങനെ വലിയൊരു പറമ്പാണ്, കുറേ ചെയറൊക്കെ ഉണ്ട്. അപ്പുറത്തെ ലേക്ക്. അങ്ങനെ ഞങ്ങൾ എന്താ മോളെ സൈക്കിളിൻ്റെ പേര്? ടാൻഡം. 2 പേർക്ക് ഓടിക്കണ സൈക്കിൾ പോയിക്കൊണ്ടിരിക്കണ കണ്ടാ? വ്യൂ കണ്ടില്ലേ? അങ്ങനെ നമ്മൾ അടിപൊളി വ്യൂ കണ്ടു പോകണം. അല്ല, അപ്പുറത്തെ സൈഡിൽ ലേക്കാണ്. കുറേ ഒരാൾ സെൽഫി, ഒരാളിവിടെ ചുമ്മാ. ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുത്തേക്കണയാണ്. ഈ ഐലൻഡിൻ്റെ ഒരു സൈഡ് ലേക്ക് ഹ്യൂറോണാണ്. അപ്പോൾ ഇത് ലേക്ക് ഹ്യൂറോണാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ. ഐലൻഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ലേക്ക് മിഷിഗൻ. ഇങ്ങനെ ആൾക്കാരിങ്ങനെ നടക്കും. ഞാൻ ഫുൾ സൈക്കിളൊക്കെ ഓടിച്ചോണ്ട്. അവിടെ ബ്രിഡ്ജ് കാണാമല്ലോ ദൂരെ, മെക്കനാക്ക് ബ്രിഡ്ജ്.
വീഡിയോ. ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ് ഗ്രാൻഡ് ഹോട്ടൽ. ഒരു സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. സംവെയർ ഇൻ ടൈം 1980s ഒരു ഫേമസ് സിനിമ. പരിപാടി അവിടെ നടക്കണേന്നോ? വീടല്ലേ? ഞങ്ങൾ ആർച്ച് റോക്കിലേക്ക് നടക്കണതാണ്. ഒരു സീനിക് സ്പോട്ട്. ഇത് തന്നെ കുറച്ച് എലിവേറ്റഡ് സ്ഥലമാണ്. കണ്ട ഇവിടെ നിന്ന് ലേക്ക് ഹ്യൂറോൺ, അവിടെ ലൈറ്റ് ഹൗസ് കാണാം, പള്ളി, അവിടെ ഇട്ടാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇത് ലവേഴ്സ് സ്ലീപ്പ് എന്ന് പറഞ്ഞ പോയിന്റിൽ വന്നേക്കണതാണ്. നല്ല ഹൈറ്റിലുള്ളൊരു പോയിൻ്റാണ്. എന്താ നമ്മൾ രാവിലെ സൈക്കിൾ ഓടിച്ച റോഡാണ് ആ കാണുന്നത്. അതൊക്കെ സൈക്കിൾ ഓടിച്ച വന്ന് സീ ഇങ്ങനെ ലേക്ക് ഇങ്ങനെ കിടക്കണുണ്ട് കേട്ടോ. അല്ലേ? ഇങ്ങനെ വിശാലമായിട്ട് കിടക്കണതാണ്. ഇത് ആർച്ച് റോക്ക് എന്ന സ്ഥലമാണ്. ഇതൊരു സ്പെഷ്യൽ ഒരു ലാൻഡ്മാർക്കാണ്. ഇങ്ങനെ റോക്ക് മുകളിൽ കൂടെ റൗണ്ട് പോലെ വന്നത്. താഴെ ലേക്ക്. ഞങ്ങളിങ്ങനെ ഒരു ട്രെയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറേ കൂടെ കുതിര ടീംസ് വന്നു. ഇതാണ് ഫോർട്ട് മക്കിനാക്ക്. ഇത് 1700-ലെ മിലിറ്ററി ഔട്ട് പോസ്റ്റായിട്ട് യൂസ് ചെയ്ത ഫോർട്ടാണ്. അവർ ഫ്ലാഗൊക്കെ അകത്ത് വെക്കണം. ഫ്ലാഗൊക്കെ മടക്കി അകത്തേക്ക് വെക്കണം. ഇതൊരു മിലിറ്ററി ഔട്ട് പോസ്റ്റ്. ക്യാനൺസും ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അകത്ത് നമ്മൾ കാശ് കൊടുത്ത് അകത്തേക്ക് പോകാം. നമ്മൾ പോകണില്ല. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് മക്കിനാക്ക് കണ്ടത് ആ മോളിൽ കാണുന്നതാണ് ഫോർട്ട് മക്കിനാക്ക്. അവിടെ ഒരു ക്യാനൺ കാണാൻ, ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്യാനൺ കാണാം. ഇതിന് ഈ മോളിൽ നടന്നു വന്ന് ഇനി ഞങ്ങൾ സിറ്റിയിലേക്ക്, ടൗൺ ഏരിയയിലേക്ക് പോകണേ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ. ആശുദ്ധി അവിടെ പോകുന്നുണ്ട്. ഇതൊരു പാർക്കാണ്. ചുമ്മാ ആർക്കും ഇരിക്കണമെങ്കിൽ അവിടെ കാണാം. ഹാർബറും സിറ്റിയൊക്കെ അങ്ങോട്ടേക്കാണ്. അങ്ങോട്ടേക്ക് പോകണേ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇപ്പം എത്രയായി സമയം? ഒരു 6 മണിയായി. 6 മണി. നല്ല ഇപ്പോഴും വെയിലൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ കുറേയൊക്കെ നടന്ന് ഒരു പാർക്കിലിരുന്ന് കുറച്ച് ഫുഡൊക്കെ മേടിച്ച് അത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. കുറച്ച് റിലാക്സ് ചെയ്യണം ഒരു മരത്തിൻ്റെ തണലിൽ. ഇവിടെ നല്ല ഒരു വലിയൊരു പാർക്കാണ്. ഇവിടെ ഡോക്കിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളെവിടെ ഇരിക്കണത്? ഞങ്ങളുടെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മുമ്പിൽ വെള്ളവും ഡോക്കും ആൾക്കാരിങ്ങനെ നടക്കുന്ന സ്ഥലമാണ്.
ഞങ്ങളതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണം. ഇനിയും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചുമ്മാ ഇതിൽ കൂടെയൊക്കെ നടക്കും. ഡൗൺ ടൗൺ കുറേ കടകളും ഐസ്ക്രീമും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെയൊക്കെ നടന്ന് കറങ്ങിയിട്ട് തിരിച്ച് റൂമിൽ പോകും. ഇതാണ് പ്ലാൻ. ഓക്കെ, ബൈ. ഇത് ഹോട്ടലിൻ്റെ ലോബി ഏരിയയിൽ ഉള്ളൊരു ചെറിയ ലൗഞ്ച് പോലത്തെ സ്ഥലമാണ്. നല്ല കോസിയായിട്ട് ഉള്ള റിലാക്സിങ് സ്ഥലം. എന്താ ബുക്ക് വായിക്കാൻ പറയണോ? ഫ്രണ്ടിലും ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഗാർഡനും ഫ്രണ്ടിൽ ലേക്കൊക്കെ കാണാം. അടുത്തൊക്കെ വേറെ ഹോട്ടൽ, ഇതേ ഹോഴ്സ് പോണ്. രാവിലെ തന്നെ ആൾക്കാർ ഹോഴ്സും സൈക്കിളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ താഴത്തെ ലോണിലൊക്കെ ഒന്ന് നോക്കണമായിരുന്നു. ഗ്രാൻഡ് ഹോട്ടൽ നല്ല വലിയ ഹോട്ടലാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ റൂം എടുക്കണം. പക്ഷെ ഇവിടെ ഭയങ്കര ബുക്കിങ്ങാണ്. നേരത്തെ തന്നെ ബുക്ക്ഡാവും. പിന്നെ ഭയങ്കര വിലയാണ്. വലിയ ആൾക്കാരൊക്കെ ഒന്ന് എടുക്കുന്ന സ്ഥലമാണ്. ഇന്ന് ട്യൂസ്ഡേ ഞങ്ങൾ മെക്കനാക്ക് ഐലൻഡൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡ്രൈവ് ചെയ്ത് മിഷിഗനിൽ 2-3 സിറ്റീസൊക്കെ വന്നിട്ട് ഞങ്ങൾ ട്രാവേഴ്സ് സിറ്റിയിൽ താമസിക്കണം രാത്രി. ഇത് അവിടുത്തെ ഹോട്ടലാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. ഞങ്ങൾ ജസ്റ്റ് രാത്രി ചുമ്മാ ഈ ഹോട്ടലിൽ അവിടെ നേരെ ലേക്ക് ഫേസിങ് ആണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ചുമ്മാ നടക്കണേ ബീച്ചിൽ കൂടെയൊക്കെ. കുറച്ച് തണുപ്പുണ്ട്, പക്ഷേ ഡീസൻറ്റ് വെതറാണ്. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, നല്ല തണുപ്പുണ്ട്. പക്ഷെ അല്ലാണ്ട് പുറത്ത് വലിയ കുഴപ്പമില്ല വെതർ. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഒന്ന് നടക്കണേ. നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്കിൽ നല്ല ഹോട്ടലാണ്. പുതിയ എവിടെ പോണേവോ, കുറേ ഹോട്ടലൊക്കെ ഉണ്ട് ഈ സൈഡിൽ. അവിടെയൊക്കെ ലേക്ക് അങ്ങനെ ഭയങ്കര വേവ് ഒന്നുമില്ല, കാമാണ്. ഇമാര് ഇന്നത്തെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞെന്നാണ് തിരിച്ചു പോണേ. അമ്മയും അപ്പനും
11 മക്കളുണ്ട്. അവരിന്നത്തെ സൺ ബാത്തിങ് ഒക്കെ കഴിഞ്ഞ് അല്ലേ, ബീച്ച് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോണേ. നമ്മുടെ ബീച്ച് ഹൗസ് ട്രാവേഴ്സ് സിറ്റി എന്നുള്ള ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. താഴെ നല്ല ലോണുമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ബീച്ചിൻ്റെ അവിടെ കസേരയും ഒരു ഗസീബോയും ഒക്കെ ഉണ്ട്. നല്ല കാം ബീച്ചാണ്. അങ്ങനെ ഞങ്ങളിന്ന് ഇവിടെ നിന്ന് വിട്ട് സ്ലീപ്പിംഗ് ബെയർസ് ഡ്യൂൺ എന്നൊരു ബീച്ചിൻ്റെ അടുത്തുള്ള സ്ഥലമുണ്ട്, ലേക്കിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ട്രാവേഴ്സ് സിറ്റിയിൽ നിന്ന് പയ്യെ താഴത്തേക്ക് ഷിക്കാഗോ സൈഡിലേക്ക് പോകാൻ പോണേ, മിഷിഗൻ്റെ സൈഡിൽ കൂടെ. ഞങ്ങൾ ട്രാവേഴ്സ് സിറ്റീൻ്റെ ഒക്കെ അടുത്തുള്ള സ്ലീപ്പിംഗ് ബെയർസ് ഡ്യൂൺ നാഷണൽ പാർക്കിൽ വന്നേക്കണെയാണ്. ഇവിടെ ഇങ്ങനെ ലേക്കിൻ്റെ സൈഡിൽ വലിയ ഡ്യൂൺസ് ഉണ്ട്, സാൻഡ് ഡ്യൂൺസ്. അതതിൻ്റെ പ്രത്യേകത. ഞങ്ങൾ സ്ലീപ്പിംഗ് ബെയർസ് ഡ്യൂണിലുള്ള വേറൊരു വ്യൂ പോയിന്റിൽ വന്നേക്കനാണ്. ഇവിടെ നിന്ന് ലേക്ക് മിഷിഗൻ കാണാമെന്ന് തോന്നുന്നു. ഉണ്ട് ഇവിടെ ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാൻഡി സ്ഥലങ്ങളായിരിക്കും. ഓ, ഇതുണ്ടല്ലേ അമ്മോ, നേരെ അടിയിലേക്കാ ലേക്ക്. ഞങ്ങൾ മാനസ്റ്റിയിലേക്ക് പോണ വഴി ഒരു സീനിക് സ്പോട്ടിൽ നിർത്തിയതാണ്. കുറേ സ്റ്റെപ്സ് കയറി മോഡൽ വരാം. എന്താ അടിപൊളി വ്യൂ. അവിടെ താഴെ റോഡ് കാണാം. അവിടേക്കൂടെ ഞങ്ങൾ വന്നത്. താഴെ സ്റ്റെപ്സ് കയറി ഞങ്ങൾ വന്നത്. ഭയങ്കര നല്ല വ്യൂ ആണ്. ഞങ്ങൾ മാനസ്റ്റിയിൽ നിർത്തി ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. ഇത് മാനസ്റ്റി ഡൗൺ ടൗണിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. നല്ലൊരു സ്ഥലം, ഊഞ്ഞാലാടാം. ഇവിടെ സ്പ്രിങ് ആ സമയത്ത് നല്ല മരത്തേലൊക്കെ നല്ല പൂക്കൾ. ഒരു ചെറിയ ഹാബറിൻ്റെ സ്ഥലമുണ്ട്. അതൊക്കെ ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിർത്താം.